നരേന്ദ്രമോദി സർക്കാരിന്റെ വികസന നയങ്ങൾക്കൊപ്പം നിന്നുകൊണ്ടാകും പ്രവർത്തനമെന്ന ടൂറിസം പെട്രോളിയം വകുപ്പുകളുടെ ചുമതല ഏറ്റെടുത്ത ശേഷം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. ടൂറിസം മേഖലയിൽ ഭാരതത്തിന്റെ തിരകക്കുറിയാണ് കേരളമെന്നും ചുമതല ഏറ്റെടുത്ത ശേഷം ജനം ടിവിക്ക് നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ സുരേഷ് ഗോപി വ്യക്തമാക്കി. ജിഷ്ണു കൃഷ്ണൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ടൂറിസം വകുപ്പിന്റെ ചുമതല ഏറ്റെടുത്ത ശേഷം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇപ്പോൾ ജനം ടിവിയോടൊപ്പം ചേരുകയാണ്. സർ, ആദ്യം കേന്ദ്രമന്ത്രിക്ക് ജനം ടിവിയുടെ അഭിനന്ദനങ്ങൾ. മൂന്നാം നരേന്ദ്രമോദി സർക്കാർ പ്രവർത്തനം ആരംഭിക്കുമ്പോൾ അതിൽ നിർണായകമായ 2 വകുപ്പുകളുടെ ചുമതല ഏറ്റെടുത്തുകൊണ്ട് സുരേഷ് ഗോപിയും അതിന്റെ ഭാഗമാവുകയാണ്. എന്താണ് ഈ അവസരത്തിൽ കേരളത്തിലെ ജനങ്ങളോട് പറയാനുള്ളത്? കേരളത്തിലെ ജനങ്ങൾ തന്ന സ്നേഹം എനിക്ക് ഭാരിച്ച ഉത്തരവാദിത്വങ്ങളാണ്. അവരുടെ സ്നേഹം നേരിട്ടറിഞ്ഞ് കേന്ദ്ര സർക്കാർ ഒരു ഭാരമാണ് എൻ്റെ തലയിൽ ഏറ്റുവെച്ചിരിക്കുന്നത്. തീർച്ചയായും കേരളത്തെ സംബന്ധിച്ച് ടൂറിസം വകുപ്പിൽ ഏറെ സാധ്യതകൾ അറിയാം. കേരളം എന്നുള്ളത് മാത്രമല്ല ഒരു കേന്ദ്രമന്ത്രിയുടെ ബൗണ്ടറി എന്നുള്ളത്. എങ്കിൽ പോലും കേരളത്തെ സംബന്ധിച്ച് ടൂറിസത്തിന്റെ സാധ്യതകൾ എത്രത്തോളം ഉപയോഗപ്പെടുത്താൻ സാധിക്കും? മന്ത്രി തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ഡെലിബറേഷനിൽ മലയാളം ചാനലിലാണെന്നാണ് എൻ്റെ വിശ്വാസം. എനിക്ക് തോന്നുന്നു സിന്ധു ഒക്കെ വന്നിരുന്ന ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, കേരളമാണ് ഇന്ത്യൻ ടൂറിസം ഡെസ്റ്റിനേഷൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു കാഴ്ചപ്പാടുണ്ട്, അങ്ങനെ ഒരു അറിവ് അദ്ദേഹം പകർന്നെടുത്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എനിക്ക് തോന്നുന്നു എന്നെ തിരഞ്ഞെടുത്തത് അദ്ദേഹം ഇന്ത്യൻ ടൂറിസത്തിന് നൽകാൻ പോകുന്ന പുതിയ ഒരു കൊഴുപ്പ് എന്ന് പറയുന്നത് എനിക്ക് കൂടി ഖ്യാതി നേടിത്തരുന്ന അവസ്ഥയിലാക്കണം. ഒരു മലയാളി മന്ത്രിക്ക് കൂടി, മലയാളി തിരഞ്ഞെടുത്ത ഒരു വ്യക്തിക്ക് അയാളുടെ നിർവഹണത്തിലൂടെ ആ തിളക്കം നൽകണമെന്ന് അദ്ദേഹത്തിന് ഒരു ഉദ്ദേശമുണ്ടായിരിക്കാം. കേരളത്തിൽ താങ്കളുടെ വിജയം ചരിത്രപരമായ BJPയുടെ ചരിത്രപരമായ നേട്ടമാണ്. ആദ്യമായാണ് താമര ചിഹ്നത്തിലൊരു ജനപ്രതിനിധി ലോക്സഭയിലെത്തുന്നത്. കേരളത്തിൽ നിന്ന് വണ്ടി കയറിയത് MP ആയാണ്. തിരിച്ചെപ്പോഴാണ് കേന്ദ്രമന്ത്രിയായി കേരളത്തിലേക്ക് പോകുന്നത്? ഞാൻ നാളെ കോഴിക്കോടാണ്. തളി ഭഗവാന് തൊഴുതിട്ട് നേരെ മുത്തപ്പൻ, മാടായിക്കാവ്, കൊട്ടിയൂർ, മാമാനി കുന്നിലമ്മ എല്ലാവരുടെയും അനുഗ്രഹം വാങ്ങി ശ്രീരാമക്ഷേത്രത്തിൽ തലശ്ശേരി, അത് കഴിഞ്ഞിട്ട് പിന്നെ തൃശ്ശൂർ. സർ, ലാസ്റ്റ് നന്ദി പറഞ്ഞ് തൃശ്ശൂർ, ആലപ്പുഴ, തിരുവനന്തപുരം. സർ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. താങ്കൾ മത്സരിക്കുന്നത് തൊട്ട് ഈ ഒരു നിമിഷം വരെ വല്ലാത്ത അഭ്യൂഹങ്ങൾ, വ്യാജ വാർത്തകൾ, ഏറ്റവും ഒടുവിൽ വന്നത് കേന്ദ്രമന്ത്രി സ്ഥാനം രാജിവെക്കുമെന്ന് വരെയായിരുന്നു. അതിനോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? ഞാൻ പറഞ്ഞില്ല, എല്ലാം ഏതൊക്കെ ഒരുപാട് ചാനൽസ് ഉണ്ടായിരുന്നു. ആരൊക്കെ കുഴപ്പമുണ്ടാക്കിയെന്ന് നിങ്ങളും കണ്ടതല്ലേ. അവരെക്കാലവും കുഴപ്പമേ ഉണ്ടാക്കിയിട്ടുള്ളൂ, എനിക്ക് ദ്രോഹമേ തന്നിട്ടുള്ളൂ. അവരിനിയും തന്നുകൊണ്ടിരിക്കട്ടെ. കാരണം ആ ദ്രോഹത്തിൽ നിന്നെല്ലാം എനിക്ക് വളർച്ചയ്ക്കുള്ള വളമേ ഉണ്ടായിട്ടുള്ളൂ. താങ്ക് യു സോ മച്ച്. നരേന്ദ്രമോദി സർക്കാരിനൊപ്പം നിന്നുകൊണ്ട് വികസനം നടപ്പാക്കും എന്നുള്ളതാണ് ചുമതല ഏറ്റെടുത്ത ശേഷം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി വ്യക്തമാക്കിയിട്ടുള്ളത്. വികാസ് കൗശലിനൊപ്പം ജിഷ്ണു കൃഷ്ണൻ, ജനം, ഡൽഹി.